കാനായിലെ കല്യാണം. യേശു അവിടെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചു ഗ്രാമത്തിലെ കൊച്ചു വീട്ടിലെ കല്യാണം. അവിടെ ഏറ്റവും വലിയ ആൾ വന്ന് നിൽക്കുക. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. വലിയ രാജാക്കന്മാരുടെ കല്യാണമോ അധികാരികളുടെ കല്യാണമോ ധനവാന്മാരുടെ കല്യാണമോ അവർ ആഡംബരത്തോടെ നടത്തും, വാർത്തയാകും. പക്ഷേ അടുത്ത ആളുടെ കല്യാണം വരുമ്പോൾ ഇതങ്ങ് പോകും. പക്ഷേ ഈ കൊച്ചു വീട്ടിൽ നടന്ന കല്യാണം എത്രായിരം വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? എല്ലാവരും പറഞ്ഞിട യേശുവിനെ വിളിച്ചിട്ട്, യേശു ഉണ്ടായിട്ട് നിനക്ക് ഈ നാണക്കേട് വന്നല്ലോ, ഈ നിന്ന വന്നല്ലോ, ഈ ഞെരുക്കം വന്നല്ലോ, ഈ ബുദ്ധിമുട്ട് വന്നല്ലോ. ഉദാഹരണം ശരിയാണ്. ദൈവമഹത്വത്തിനായിട്ട് ഞാൻ ആ വീടിനെ വ്യക്തിയെ ഉപയോഗിച്ചതാണ്. പരിഹാരവും ഞാൻ തന്നെ ചെയ്യും. അതിനെ ഞാൻ തന്നെ വന്നോട് നിൽക്കുന്നത്. മണവാളനെ വിളിച്ചിട്ട് വിരുന്നുവാഴി പറയുന്നുണ്ട്, എല്ലാവരും നല്ലത് ആദ്യം കൊടുക്കും, ലഹരി പിടിച്ച ശേഷം മോശമായത് കൊടുക്കും. നീയോ നല്ലത് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ, ആരംഭത്തെക്കാൾ നല്ല അവസാനത്തിലും. ദൈവത്തെ ആരാധിക്കുന്നവൻ അന്ത്യകാലത്ത് ജനത്തിന് രക്ഷകനാകാൻ പോകും.